നമസ്കാരം. കേച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം മുണ്ടക്കയം പുഞ്ചവയലിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് ജീവനൊടുക്കി. ചേരുതോട്ടിൽ ബീന, സൗമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത്. സൗമ്യയുടെ ഭർത്താവ് കരിനിലയം സ്വദേശി പ്രദീപാണ് ഇരുവരെയും വെട്ടിയത്. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രദീപിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിയോൺ കുന്നിലെ റബ്ബർ തോട്ടത്തിലാണ് പ്രദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓച്ചിറ ആലുപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ആലമ്പീടിയ ജംഗ്ഷന് സമീപം വെച്ചാണ് തീപിടിച്ചത്. കാറിൽ പുക ഉയർന്നത് കണ്ട് സജീവ് കാർ നിർത്തി ഓടി മാറുകയായിരുന്നു. സജീവ് കാർ നിർത്തി ഇറങ്ങിയപ്പോഴേക്കും കാറിൽ തീ ആളി പടരുകയായിരുന്നു. കരുതാകപ്പള്ളിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഓൾട്ടോ കാറിനാണ് തീപിടിച്ചത്. ദേശീയപാതയിൽ കാസർഗോഡ് അടുക്കത്ത് ബയലിൽ റോഡ് മുറിച്ച് കടക്കവേ കാർ ഇടിച്ച് 51 വയസ്സുകാരി മരിച്ചു. അടുക്കത്ത് ബയൽ സ്വദേശിനി നസിയയാണ് മരിച്ചത്. വൈകുന്നേരം 5:30-ക്കാണ് അപകടം. റോഡ് മുറിച്ച് കടക്കാനുള്ള ശ്രമത്തിനിടെ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരം 7 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങിവെച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് അരമങ്ങാനം GLP സ്കൂളിന് സമീപത്തെ ആലിങ്കൽ തോട്ടിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യയെ കെ നന്ദനെയാണ് ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരിയ ആയമ്പാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ് നന്ദന. ഞായറാഴ്ച രാവിലെ നന്ദന താൻ മരിക്കാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം അമ്മ സീനയ്ക്ക് അയച്ചിരുന്നു. സന്ദേശം ലഭിച്ച ഉടൻ ഭർത്തൃ വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചു. വാതിൽ മുട്ടിയിട്ടും തുറക്കാത്തതിൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ പട്ടിക്കാട് ബന്ധുവിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ യുവാവ് മുങ്ങി മരിച്ചു. ചെമ്പൂത്ര കിടങ്ങാപ്പള്ളി വീട്ടിൽ അരവിന്ദൻ മകൻ വിനോദാണ് മരിച്ചത്. നീന്തുന്നതിനിടയിൽ കാൽ വഴുതി കുളത്തിൽ വീണ ബന്ധുവിനെ രക്ഷിക്കാനാണ് വിനോദ് ശ്രമിച്ചത്. എന്നാൽ പെട്ടെന്ന് കുളത്തിലേക്ക് ഇയാൾ മുങ്ങിത്താഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ബന്ധുവിനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഈ സമയം കൊണ്ട് വിനോദ് കുളത്തിൽ മുങ്ങിത്താന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 56-കാരി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെ 12 പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. 1 മാസത്തിനിടെ 5 പേർക്കാണ് രോഗം ബാധിച്ച് മരിച്ചത്. വിദേശത്ത് നിന്നുൾപ്പെടെ മരുന്നെത്തിച്ച് രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. പ്രാഥമികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനാണ് നിർദ്ദേശം. ദക്ഷിണ മേഖലയിലെ IG-യുടെ പക്കലുള്ള റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. 2023 മെയ്യിലാണ് ഹോട്ടൽ ഉടമയായ KP ഔസേപ്പിനും മകനും മർദ്ദനമേറ്റത്. ഹോട്ടൽ ബിരിയാണിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഇവിടെ വെച്ച് SI രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചു. ഇത് മുൻ വൈരാഗ്യത്തെ തുടർന്നെന്നാണ് ആരോപണം. ജമ്മു കാശ്മീരിലെ കുൽഗാം മേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു. ജവാൻ ഉൾപ്പെടെ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീരിലും 5 സംസ്ഥാനങ്ങളിലും NIA പരിശോധന തുടരുകയാണ്. ഭീകരവാദവും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് പരിശോധന. അതിനിടെ ജമ്മു അതിർത്തിയിൽ നിന്ന് പാക് നുഴഞ്ഞുകയറ്റക്കാരൻ പിടിയിലായി. RS പുര സെക്ടറിൽ നിന്നാണ് ഇയാളെ BSF പിടികൂടിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.